ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇത് ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് വേണ്ടിയുള്ള വണക്കമാസത്തിൻ്റെ ദിവസങ്ങളാണിത്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും തിരുഹൃദയം, വിമലഹൃദയം, സംയുക്ത ഹൃദയം, ഇത് നമുക്ക് മനസ്സിൽ വയ്ക്കാം. ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പരിശുദ്ധ അമ്മ സന്ദേശം തന്നതുകൊണ്ടാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ട എന്ന്, ഞാൻ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന് ഞാനങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അതിനുള്ള തെളിവുകളടക്കം പരിശുദ്ധ അമ്മ എന്നോട് പറയുമായിരുന്നു, ഇത് പറയണം, ലോകത്തിനോടിത് പറയണം എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ ഒരു കാലം, ലോക അവസാനം എന്ന് ഞാൻ പറയില്ല, ഒരു ഘട്ടം, അത് ഈ അടുത്ത നാളുകളിൽ ഉണ്ടാകും. അന്ത്യകാലം, ഈശോയുടെ വരവ്, ഇതിനെക്കുറിച്ചുള്ള കുറേ ടോക്കുകളും കുറേ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അന്ത്യകാലമാകുമ്പോഴേക്കും, അതായത് ഈശോയുടെ രണ്ടാം വരവ്, അതിനു മുമ്പ് നമ്മളൊക്കെ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? പല പുസ്തകങ്ങളിലും പലതരത്തിലും നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, എല്ലാം നല്ല പുസ്തകങ്ങൾ തന്നെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ചതി മനുഷ്യരുടെ മുമ്പിൽ പല മക്കളിൽ കൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യരെ സത്യത്തിൻ്റെ വഴിയിൽ നിന്നും മാറ്റി നിർത്തി വേറെ എന്തൊക്കെയോ വഴികളിൽ കൂടെ അവരെ നടത്തിക്കൊണ്ടു പോവുക, ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ കുറേ ബാഹ്യമായ കാര്യങ്ങൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുക, പലതും കിട്ടുമെന്ന് പറയുക, കിട്ടാതാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുക, ശരിക്കും സൗഖ്യം കിട്ടാതെ തന്നെ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതൊന്നും സ്വർഗം പറഞ്ഞിട്ടുള്ളതല്ല. കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ദയവ് ചെയ്ത് അവസാന കാലമാണ്, അന്ത്യകാലമാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധനങ്ങളും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന്. പലരും വചനങ്ങൾ വരെ തരും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും ഇപ്പോൾ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം. ഇന്ന് മനുഷ്യരെല്ലാവരും, ഒരുപാട് മക്കൾ സുഗന്ധത്തിൻ്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഗന്ധത്തിൻ്റെ പിന്നാലെ, രൂപങ്ങളിൽ നിന്ന്, ഫോട്ടോസിൽ നിന്ന് അങ്ങനെ സുഗന്ധം ഒഴുകി വരുന്നു. സുഗന്ധമുള്ള രൂപം, സുഗന്ധമുള്ള ഫോട്ടോ, സുഗന്ധമുള്ള ജപമാല, സുഗന്ധമുള്ള കുരിശ്. ഇവിടെ വലിയ ചതി പിന്നിലൊളിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ചേച്ചി നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ വഴിക്ക് വഴി കുറേ കാര്യങ്ങൾ അലസേച്ചിയുടെ വാട്സപ്പ് മെസ്സേജിൽ വന്ന് കിടപ്പുണ്ട്. എല്ലാം നോക്കാൻ എനിക്ക് രോഗാവസ്ഥ സമ്മതിക്കില്ലെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകും. കൂട്ടുകാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരട്ടെ. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് സുഗന്ധം തരാറുണ്ട്. അത് ചിലയിടങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു അടയാളമായിട്ടോ പേഴ്സണലായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ രൂപങ്ങളിൽ നിന്ന് സുഗന്ധ ഓയിൽ വരാറുണ്ട്. പക്ഷെ അത് തുടർച്ചയായിട്ടുണ്ടാകാറില്ല. രക്തക്കണിനീരൊക്കെ വരുന്നുണ്ട്, അത് തുടർച്ചയായിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ സഭയുടെ ഇടപെടലുണ്ടാകും. സഭ അതിനെക്കുറിച്ച് പഠിക്കും, അത് സത്യമാണെന്ന് സഭ പ്രഖ്യാപിക്കും. അതുവരെ നമ്മളൊന്നിൻ്റെയും പിന്നാലെ പോകരുത്. ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത കാലങ്ങളിൽ രൂപങ്ങളിൽ നിന്ന് സുഗന്ധം ഒഴുകുന്നു, അങ്ങനെ പല സംഭവങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ പോലും അതിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ. കാരണം ആ സുഗന്ധ ഓയിൽ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന്
ആർട്ടിഫിഷ്യലായിട്ട് സുഗന്ധം ഉണ്ടാക്കുന്നതും അതിൽ കോരി ഒഴിക്കുന്നതും കണ്ടിട്ടുള്ള വ്യക്തികൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത്? നിങ്ങൾക്കറിയാലോ, ഒരിക്കൽ വലിയ സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലം തൃശ്ശൂർ ജില്ലയല്ലായിരുന്നു. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അനേകം മക്കൾ അങ്ങോട്ട് ഓടി നടന്ന് പിന്നീട് മനസ്സിലായി വീട്ടിൽ നിന്ന് തന്നെ ക്യാനുകളാണ് സുഗന്ധ കൂട്ടുകളുടെ കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയാണ് മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടി. ധനമാണ് എല്ലാത്തിൻ്റെയും പിന്നിലെ മോട്ടിവേഷൻ. പണം വേണം. പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗം, ഇന്ന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ആത്മീയതയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. എന്തെല്ലാം തട്ടിപ്പുകളാണ് ഈശോയെയും മാതാവിനെയും വെച്ച് നടത്തുന്നത്. അങ്ങനെ ആ കാര്യം തിരിഞ്ഞു വരുമ്പോഴേക്കും അവർക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നീതിയുടെ വിധിയാളൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. എനിക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചക്ഷതം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരികയുണ്ടായി. അങ്ങനെ പിന്നീട് ഞാനൊരു ഒരു ടോക്കിന് യാദൃശ്ചികമായിട്ട് അവിടെ ചെന്ന് ആ സമയത്ത് ഞാൻ കാണുകയാണ് സുഗന്ധ അഭിഷേകമുണ്ടെന്ന് ഇന്നും പല തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പെട്ടെന്ന് ഈശോ എന്നോട് പറഞ്ഞു അവിടേക്കൊന്ന് പോവുക എന്ന് പറഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സുഗന്ധക്കൂട്ടിൻ്റെ കുപ്പി കൊണ്ടുവന്ന് കയ്യമ്മേൽ കോരി ഒഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. ആരും വിശ്വസിക്കില്ല അത്. ആ വ്യക്തി ഇന്ന് മരിച്ചുപോയി. അവിടെ ഇപ്പോൾ കണക്ക് കൊടുക്കുന്നുണ്ടാകും. ജനത്തിനെ വഴിതെറ്റിച്ചതിന് വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ അനേകം മക്കൾ ഇപ്പോൾ ആത്മീയതയുടെ പേരും പറഞ്ഞ് വഴിതെറ്റിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ സുഗന്ധ ഒഴുക്കുണ്ടാക്കില്ല. അതുപോലെ വേറൊരു ചതിയാണ് രൂപവിൽപ്പന. രൂപങ്ങൾ ഇങ്ങനെ വിൽപ്പന, മാതാവിൻ്റെ ഈശോയുടെയും പലതരം രൂപങ്ങൾ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ഓർക്കണം, ശരിയായ അർത്ഥത്തിൽ രൂപങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയ സഹനമാണ് നിങ്ങൾ നേരിടേണ്ടി വരിക. അല്ലാതെ സുഗന്ധം തന്ന് അമ്മ എല്ലായിടത്തും മനുഷ്യരെ സന്തോഷിപ്പിക്കാനല്ല വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു രൂപം പോലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഒരു സഹനം പോലും ഞാൻ ഈശോയോട് ചോദിച്ച് വാങ്ങിയിട്ടില്ല. സ്വർഗം എനിക്ക് നേരിട്ട് നിർബന്ധമായിട്ട് തന്നിട്ടുള്ളതാണ്. ഈശോ കേൾക്കുന്നുണ്ട് ഞാനിത് പറയുന്നത്. എങ്കിലും ഞാൻ പറയാം, ഞാൻ ചോദിച്ചിട്ടല്ല ഈശോ സഹനം എൻ്റെ ജീവിതത്തിലേക്ക് വാരിക്കോരി തന്നിട്ടുള്ളത്. ഓരോ സഹനങ്ങൾ തരുന്നതിനേക്കാൾ മുൻപ് ആരെങ്കിലും വഴി ഒരു രൂപം എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. ഇവിടെ ഞാൻ എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ ഔസേപ്പിതാവിൻ്റെ രൂപം മാത്രമേ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ഞാൻ വാങ്ങുന്ന സമയത്ത് ഔസേപ്പിതാവിൻ്റെ രൂപത്തിന് 250 രൂപയായിരുന്നു. അത് ഔസേപ്പിതാവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങി വെച്ചതാണ്. അതിന് പിന്നാലെ ഔസേപ്പിതാവ് കൊണ്ടുവന്ന് തന്നത് സഹനത്തിൻ്റെ ഒരു മാലപ്പടക്കമാണ്. ഇന്നും ഓരോ സഹനം വരുന്നതിനേക്കാൾ മുന്നോടിയായിട്ടാണ് രൂപം എത്താറ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രൂപം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് ഒരു പ്രത്യേകതകളും ഉണ്ടാകില്ല. അത് അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ. ഉദാഹരണത്തിന് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം എൻ്റെ വീട്ടിലേക്ക് ഇറ്റലിയിലെ മോണ്ടിക്കാരിയിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള രൂപമാണ്. ബോംബെയിലെ ഒരു ബ്രദർ വഴിയാണ് എനിക്കവിടെ പോയിട്ട് അത് തന്നിട്ടുള്ളത്. അത് ഒരു ക്യാൻസറിൻ്റെ അന്നത്തെ സൗഖ്യം, ഫ്രാൻസിസ് ഏട്ടന് ക്യാൻസർ വന്നതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് അത് വരുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രൂപം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എവിടെ വെച്ചാലും ആ വീട്ടിൽ നിന്ന് TV എന്ന് പറയുന്ന സംഭവം എടുത്തു മാറ്റണം, കണ്ടീഷൻ. അതുപോലെ മദ്യം വിളമ്പുകയോ കഴിക്കുകയോ ചെയ്യുന്ന ആരും കുടുംബത്തുണ്ടാകാൻ പാടില്ല. അതുപോലെ വൈരാഗ്യങ്ങൾ, വെറുപ്പ്, ഇവ നമ്മുടെ കുടുംബത്തുണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും ഇത്രയും ഇങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലണം. അതുപോലെ 13-ാം തീയതി ദിനം പെരുന്നാളായി ആഘോഷിക്കണം. അങ്ങനെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തരും. എന്നിട്ട് ഇത് വിപരീതമായിട്ട് ഞാൻ അന്ന്
13 വർഷം മുമ്പ് മാതാവ് ഇവിടെ വന്നപ്പോൾ മാറ്റിയതാണ് TV. അങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റി. പക്ഷെ അതിന് പിന്നാലെ വന്ന എല്ലാ രൂപങ്ങളും എനിക്ക് സഹനം കൊണ്ടാണ് വന്നത്. ഞാൻ നിങ്ങളോട് തിരിച്ചറിഞ്ഞ് പറയുകയാണ്, ഞാൻ ഒന്നും ആരോടും ചോദിച്ചു വാങ്ങിയിട്ടില്ല. ചോദിച്ചു വാങ്ങുന്ന ഒരു പരിപാടി എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അത് അവർക്ക് സന്ദേശം കിട്ടിയിട്ട് രൂപങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ മെയിനായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള മൊണ്ടിക്കാരിയിൽ സന്ദേശങ്ങളുണ്ട്. ഇനി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം ഇവിടെ നിന്ന് കൊടുക്കണ്ട. മൊണ്ടിക്കാരിയിൽ നിന്ന് രൂപങ്ങൾ കൊടുക്കുന്നത് ഒരു പൈസയ്ക്കല്ല കേട്ടോ, 1 രൂപ പോലും അവർ ചോദിക്കില്ല. റിയലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. അവിടെ നിന്ന് അവർക്ക് ബോധ്യം വന്നാൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ രൂപങ്ങൾ തന്നുവിടുന്നതാണ്. ഇപ്പോഴത്തെ അവിടുത്തെ സന്ദേശം അനുസരിച്ച് ഇനി രൂപങ്ങൾ ഉണ്ടാക്കുകയോ കൊടുക്കുകയോ വേണ്ട. ഇനി സ്വന്തം ജീവിതം മാറ്റി ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഈ സുഗന്ധ ഒഴുക്ക്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സുഗന്ധ ഒഴുക്കുണ്ടെന്ന് പറയുന്ന ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം സുഗന്ധ ഒഴുക്കുകളുടെ പിന്നിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. മൂന്നിടങ്ങളിലെ കാര്യങ്ങൾ എനിക്ക് നേർക്കണ്ണുകൊണ്ട് കാണാൻ ഇടവന്നിട്ടുണ്ട്. അടുത്ത കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള ചതികളിൽ പെടരുത് എന്ന് വെച്ചിട്ടാണ് എന്നോട് ഈശോ ഈ വീഡിയോ ഇടാൻ പറയുന്നത്. അന്ത്യകാലമാണ് സഹോദരൻ, ശരിയാണ്, നമുക്ക് എല്ലാം അറിയാം. എല്ലാ സന്ദേശങ്ങളിലും പ്രത്യക്ഷീകരണങ്ങളിലും അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നത് സമയമായിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ഒരുങ്ങണം. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ അന്ത്യവിധിയിലെടുത്ത് നോക്കിയാൽ കാണാം, അവസാനം കർത്താവ് വരുമ്പോൾ സ്നേഹത്തിൻ്റെ തൂക്ക് കട്ട വെച്ചാണ് വിധിക്കുക. അല്ലാതെ നിൻ്റെ വീട്ടിൽ എത്ര രൂപം നീ വിലയ്ക്ക് വാങ്ങി, എത്ര രൂപത്തിൽ നിന്ന് സുഗന്ധം വന്നു, ഇത് ചോദിച്ചിട്ടല്ല. അതുപോലെ ഈ സുഗന്ധം വരുന്നു എന്ന് നടക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ചതികളും കിട്ടിയിട്ട് ഈ സുഗന്ധത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ മെസ്സേജ് മുഴുവൻ എൻ്റെ മെസ്സേജിലേക്കാണ്, എൻ്റെ വാട്സപ്പിലേക്കാണ് വരുന്നത്. ചേച്ചി, ഈ പറയുന്ന വ്യക്തി, മാതാവിന് സുഗന്ധം എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അന്ധമായിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ പിന്നാലെ പോയിട്ട് ചതിയിൽ പെടരുത്. അതുകൊണ്ടാണ് ചേച്ചി ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ മരണത്തിന് ചീട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. എനിക്ക് കുറച്ച് സുഖം കിട്ടുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഈ സംസാരത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ല. ദൈവ മക്കൾ, നിങ്ങൾ വഴിതെറ്റി പോകല്ലേ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പരിശുദ്ധ കുർബാന, വിശുദ്ധ കുരിശ്, പരിശുദ്ധ ജപമാല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ വഴിതെറ്റിച്ച് അവിടെ പോയാൽ ഈ കാര്യം കിട്ടും, ഇവിടെ പോയാൽ ഈ കാര്യം കിട്ടും. നമ്മൾ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കോൺട്രാക്റ്റുകൾ ഒപ്പിടുക. നമുക്ക് കാര്യങ്ങൾ കിട്ടണം, എത്ര കാര്യങ്ങൾ കിട്ടണം. പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിൽ വന്ന് പറഞ്ഞു, എൻ്റെ മകളെ മനുഷ്യർ ഇപ്പോഴും സത്യം തിരിച്ചറിയുന്നില്ല, അവരിപ്പോഴും കാര്യങ്ങൾ കിട്ടാൻ ഓടിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ 2021 ഇവിടെ സന്ദേശം തന്നു, ഇനി കാര്യങ്ങളുടെ നിയോഗം വേണ്ട. ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം, പാപികളുടെ മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന, വൈദികരുടെയും സമർപ്പിതരുടെയും വിശുദ്ധി നിലനിർത്താനുള്ള പ്രാർത്ഥന, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന, നിൻ്റെ കുടുംബത്തിൻ്റെ തറവാട്ടിൽ നിന്നും പൂർവീകർ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥന. അങ്ങനെ 5 നിയോഗം തന്നതാണ്. അന്നു മുതൽ ഇവിടെ മറ്റുള്ള നിയോഗങ്ങളൊന്നും പ്രാർത്ഥനകളില്ല. അത് നേരിട്ട് മാതാവിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോഴും സത്യത്തിന് തിരിച്ചറിയുന്നില്ല. നമ്മൾ ആ ടോക്ക് കേൾക്കും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പ്രവചനങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് ഇത് വായിച്ച് ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ എനിക്ക് കുറേ ഫോണുകൾ വരുന്നുണ്ട്. ആ വ്യക്തിയുടെ ടോക്ക് കേട്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി, ഇനി എന്താ? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ മരിക്കേണ്ട സമയത്ത് മരിക്കും. അവസാന കാലത്തിന് വേണ്ടി മെറ്റീരിയൽസ് കൂട്ടി വെച്ചിട്ടല്ല ഒരുങ്ങേണ്ടത്. നിങ്ങൾ കൂട്ടിവെച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. 3 ദിവസം ഏശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈശോ വരും. അപ്പോൾ
നമ്മൾ കുറേ മെഴുകുതിരി കൂട്ടി വെച്ച് നല്ലതാണ്, വെഞ്ചരിച്ച മെഴുകുതിരികൾ നല്ലതാണ്, അത് വിചാരിച്ച് അതൊരു ബിസിനസ്. പിന്നെ കുറേ മെറ്റീരിയൽസ് ഒരുക്കി വയ്ക്കുക, രോഗം വരുമ്പോൾ കുറേ മെറ്റീരിയൽസ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരുക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത് തന്നെ മരണം സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരുക്കി വെച്ചത് ഈശോ പറഞ്ഞത് ആ ഒരുക്കല്ല, ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും പരിശുദ്ധ അമ്മ പറഞ്ഞു, നിൻ്റെ ജീവിതം നവീകരിക്കുക, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കാനാണ് നീ ഒരുങ്ങേണ്ടത്. അല്ലാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാരി കൂട്ടി വെച്ച് നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകേണ്ടി വരും. അതുകൊണ്ട് ആ ടോക്കിൽ ഇങ്ങനെ കേട്ടു ഇത് വാങ്ങി വയ്ക്കണ്ടേ, ഈ ടോക്കിൽ ഇങ്ങനെ കേട്ടിട്ട് ഇത് ശരിയാക്കണ്ടേ, അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിട്ടില്ല കേട്ടോ. പല പല വചനങ്ങൾ എടുത്ത് കാണിക്കും. പക്ഷേ നിൻ്റെ അന്ത്യം എപ്പോഴാണോ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ സംഭവിക്കും. അതിനു മുമ്പ് നീ എങ്ങനെ ഒരുങ്ങണം? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക, വേദനകൾ ഏറ്റെടുക്കാൻ പഠിക്കുക. സഹനമാണ് നിധി, കുരിശിലാണ് രക്ഷ. കൂട്ടുകാരെ, ഞാനിതിൻ്റെ ഇടയിൽ ഒരു കോള് വന്ന് എഴുന്നേറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ജീവിതമാണ് സുഗന്ധപൂരിതമാക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ സുഗന്ധം എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നവർ ഓർക്കണം, വഴി തെറ്റിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. നമുക്ക് സുഗന്ധമല്ല വേണ്ടത്, ജീവിതത്തിൽ മാറ്റമാണ് വേണ്ടത്. അതുപോലെ ഈശോയ്ക്കായിട്ട് ആത്മാക്കളെ നേടിക്കൊടുക്കണം. അതിന് പരിശുദ്ധ അമ്മ പറഞ്ഞു, കുരിശാണ് രക്ഷ, സഹനമാണ് നിധി. സഹനം ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടോ? സഹനം എന്തുമാത്രം എടുക്കുന്നു, അവിടെയാണ് നമ്മൾ ഓടിക്കൂടേണ്ടത്. അല്ലാതെ രൂപത്തിൽ നിന്ന് സുഗന്ധം വന്നു, കൊന്തയിൽ നിന്ന് സുഗന്ധം വന്നു, ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ നിൽക്കരുത്. സുഗന്ധം വന്നിട്ടുള്ള റിയലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. അത് ആ സമയം കഴിഞ്ഞപ്പോൾ അത് അവസാനിപ്പിച്ച് സഭ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് സഭയുടെ അധികാരികളുണ്ട്. ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ഇതിൽ പെട്ട് കിടക്കുന്നുണ്ട്. ഒരിക്കൽ കുറച്ച് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലല്ല, വേറൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് ഒരു കൊന്തകൾ, സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞ കൊന്തകൾ തരികയുണ്ടായി. അതുപോലെ വേറൊരു സഹോദരിക്ക് ഈ പഞ്ചക്ഷതം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് കൊന്ത, മാതാവ് കൊന്തയും മുത്തുകളൊക്കെ സ്വർഗത്തിൽ നിന്ന് വാരി വിതറാണ്. വാരി വിതറാണ്. സ്വർഗത്തിൽ നിന്ന് മെറ്റീരിയൽസ് വരുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിന് വേറെ കുറേ പണികളുണ്ട് കേട്ടോ. ഇവിടേക്ക് കൊന്ത കൊടുക്കലല്ല സ്വർഗത്തിൻ്റെ പണി. സ്വർഗം ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തവരൊക്കെ അതുപോലെ തന്നെ സഭയുടെ കൺട്രോളിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊന്തയ്ക്കുള്ള പ്രത്യേകത ഞാൻ നിങ്ങൾക്കതിൻ്റെ ചതിയാണ് പറഞ്ഞു തരുന്നത്. ഈ സഹോദരി എന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി സ്വർഗത്തിൽ നിന്നൊരു കൊന്ത കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊന്ത കിട്ടിയ എന്തുമാത്രം ആളുകൾക്ക് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊന്ത കിട്ടുന്നത്, എന്തുമാത്രം ആളുകൾക്ക് സ്വർഗത്തിൽ നിന്ന് കൊന്ത കിട്ടുന്നത്. ഞാൻ ആ കൊന്ത നോക്കട്ടെ. കൊന്തയിൽ കുരിശ്, കർത്താവിൻ്റെ കുരിശിൻ്റെ കാല് വെച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്, തല ചെരിഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ സ്വർഗത്തിന് തെറ്റായോ? ഏത് വശത്തേക്ക് ഈശോ തല തിരിച്ചെന്ന് സ്വർഗത്തിനും അറിയില്ലേ? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കരുതിയിരിക്കണം. സാധാരണ നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് പല വഴിക്കും നമ്മളെ തിരിച്ചുവിടും എന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ മദർ മിരിയാനയ്ക്ക് സന്ദേശം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെഗദാശിയോടും അങ്ങനെ പല ആളുകളോടും സന്ദേശം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കരുതിയിരിക്കണം. സുഗന്ധ ഓയിലുകൾ വരുന്നു, രൂപങ്ങൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ചിലർ പറയുന്ന കാര്യം, ഈശോ ഗാഗുൽത്തായിൽ കുരിശിൽ തൂങ്ങിക്കിടന്നില്ലേ, ആ കുരിശിൻ്റെ പകുതി എൻ്റെ കയ്യിലാണ്. പകുതി എൻ്റെ കയ്യിൽ. അതുപോലെ ഈശോ അവസാനം കുരിശുമ്മ ചുറ്റിയിട്ടുള്ള കച്ചിയില്ലേ, അത് എൻ്റെ കയ്യിലുണ്ട്. അത് പ്രത്യേക രീതിയിൽ വന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്. ഈ സാധനങ്ങളൊക്കെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് കേട്ടോ. ഇതൊക്കെ സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ വക കർത്താവിൻ്റെ സാധനങ്ങളും മാതാവിൻ്റെ സാധനം. മാതാവ് കൊടുത്തിരുന്ന ഇതുവരെ ചിലപ്പോൾ സ്വർഗാരോപണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അവർക്ക് കൊടുത്തു പോയിട്ടുണ്ടെന്ന് വാദിക്കുന്നവരുണ്ട്. നിങ്ങളതൊന്ന് കരുതിയിരിക്കണം. ഈ കൊന്തകൾ കിട്ടുന്നത് സൂക്ഷിക്കണം. ഒരിക്കൽ ഒരു പഞ്ചക്ഷതം കിട്ടുന്നൊരു വ്യക്തിയുടെ വീട്ടിൽ ഈ തിരുവോസ്തി ഇങ്ങനെ വെതറി കിടക്കണ ചേച്ചിയെന്ന് പറഞ്ഞു. തിരുവോസ്തി, എന്നിട്ട് ഇവർക്കിന്നെ അഭിഷേകം കൊള്ളാം. ഞാനപ്പോൾ
എനിക്കിങ്ങനൊരു സ്വഭാവമുണ്ട്. ഞാൻ ഇത് എന്ത് കണ്ട ഈ അഭിഷേകം ചോദിച്ചു. ഞാൻ കർത്താവിൻ്റെ തിരുവോസ്തി ഈശോയുടെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയം ഇങ്ങനെ അവരുടെ റൂമിൽ വലിച്ചിട്ടിട്ടുണ്ടെന്നോ അത് കണ്ടിട്ടാണ് അഭിഷേകം. പിന്നീട് അത് തട്ടിപ്പാന്ന് മനസ്സിലായി. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ഇത് ചിന്തിക്കാതെ ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു ജനം മുഴുവൻ വഴിതെറ്റും. അങ്ങനെ തെറ്റിയിട്ട് ആലിസേച്ചി ഒരു അമ്മയാണ്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എനിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ എനിക്ക് വേറെ ലക്ഷ്യമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൈസയും എൻ്റെ ലക്ഷ്യമല്ല, രൂപങ്ങളും എൻ്റെ ലക്ഷ്യമല്ല, പ്രശസ്തി തീരെ വേണ്ട. കാരണം ഈ ലോകം അവസാനിപ്പിച്ച് പോകാനായിട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യം ഇങ്ങനെ തുറന്നു പറയുന്നതെന്നുള്ളൂ. കുറേ പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇന്ന സ്ഥലത്ത് നടക്കുന്ന രൂപങ്ങളുടെ സുഗന്ധം തട്ടിപ്പാ, ഞങ്ങൾക്കതറിയാമോ ചേച്ചി ഒന്ന് പറയുമെന്ന്. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം, അടുത്ത ഒരു ചതി, അതും പലരും എന്നെ വിളിച്ചു പറയാം. ഇവരുടെയൊക്കെ ലക്ഷ്യം വിദേശത്തുള്ളവരാ, ഡോളർ വിദേശത്തുള്ളവരാണ് ഇവരുടെ ലക്ഷ്യം. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു പ്രയർ ഗ്രൂപ്പ് ലീഡർ ഒരുമാതിരി പറ്റിച്ചു. വചനമാണ് വെച്ചു, വചനം പറയുന്നത് കേട്ടാൽ കൊതിയാവും. എന്നിട്ട് ഈശോ പറഞ്ഞു ഇങ്ങനെ, ഈശോ അപ്പച്ചൻ പറഞ്ഞു ഇങ്ങനെ, പരിശുദ്ധ അമ്മ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞു ലക്ഷങ്ങൾ തട്ടിയെടുത്ത സഹോദരങ്ങളെ. ഈ സഹോദരി എന്നോട് ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ? പൈസയുടെ ഇടപാടുമായി ആത്മീയർ വരുന്നുണ്ടോ? നിങ്ങൾ അവിടെ വെച്ച് കട്ട് ചെയ്തോ? പൈസ കൊടുത്തിട്ടുള്ള ആത്മീയത വേണ്ട. നിങ്ങളുടെ മുന്നിലൊരു കിഡ്നി പേഷ്യൻ്റ് വന്നോ, ലക്ഷങ്ങൾ കൊടുത്ത് സഹായിച്ചോ? അതും ആൾ മരിച്ചിട്ടും സഹായം വാങ്ങുന്നവരുണ്ട്, അതും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ തെളിവുകൾ വേണം. അടുത്ത തട്ടിപ്പായിരുന്നു ഗ്രിഗോറിയൻ കുർബാന. ലക്ഷങ്ങളാണ് ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വാങ്ങിയത്. അത് ഞാനന്ന് വീഡിയോ ഇട്ടതിന് ശേഷം കുറേ സമാധാനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രിഗോറിയൻ കുർബാന ചെല്ലിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആശ്രമങ്ങളുണ്ട്. ഒരു CMI ആശ്രമ ഭവനോ കപ്പൂച്ചിൻ ആശ്രമ ഭവനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സന്യാസ ഭവനങ്ങൾ. അതുപോലെ ഇപ്പോൾ നമ്മുടെ രൂപതയിൽ തൃശ്ശൂർ അരമനയിൽ ഗ്രിഗോറിയൻ കുർബാനയ്ക്കൊരു വിങ്ങുണ്ടെന്ന്. അപ്പോൾ അവിടേക്ക് കൊടുത്തുവിടെ പൈസ. അപ്പോൾ ബ്രദറാണ്, സിസ്റ്ററാണ്, ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ കൂടെയാണ് അച്ഛന്മാരെ ബന്ധപ്പെടുത്തുന്നത്. ഫോണിൻ്റെ അങ്ങേ തലക്കിലിരിക്കുന്ന പുരുഷ ശബ്ദം ഒരു അച്ഛൻ്റെയാണെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? ഒരിക്കൽ ഒരാൾ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ തെറ്റാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു തറവാട്ടിന് വേണ്ടി ഗ്രിഗോറിയൻ കുർബാന കൊടുത്തു എന്ന്. ഞാൻ പറഞ്ഞു, ഗ്രിഗോറിയൻ കുർബാന ഒരു ആത്മാവിന് വേണ്ടിയുള്ളതാണല്ലോ, പിന്നെ എങ്ങനെയത്? ഒരാൾ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവർക്കും ചെല്ലാം എന്ന്. അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ആളെ തന്നെയാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ അധികാരിയോട് ചോദിക്കി, ജീവിച്ചിരിക്കുന്നവർക്കല്ല ഇത് മരിച്ചുപോയ ആളുകൾക്കുള്ളതാണ്. അപ്പോൾ ആ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കാൻ പൈസ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരാണ് ചൊല്ലിയത്? ഏത് ഫാദറാണ് ചൊല്ലിയത്? ഏത് കോൺഗ്രിഗേഷൻ? റെസീറ്റ് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെ ചോദ്യം ചെയ്യണത്? ഞാൻ ചോദിച്ചില്ല. ഞാൻ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് റെസീറ്റ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ആശ്രമത്തിലെത്തിയോ അല്ലെങ്കിൽ നമ്മുടെ അരമനയിലെത്തിയോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ചതി. അതുപോലെ കുറേ മെറ്റീരിയൽസ് കൊടുക്കുന്നു, ജപമാലകൾ കൊടുക്കുന്നു. ഇന്ന ജപമാല പൈസ കൊടുത്ത് വാങ്ങിയാലേ അതിന് ഫലമുള്ളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വെന്തിങ്ങ നല്ലതാണ്, വെന്തിങ്ങയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു വെന്തിങ്ങയ്ക്ക് അരുതാത്ത പൈസകൾ വാങ്ങി ഈ ഇടനിലക്കാർ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഇതെല്ലാം നടന്നു പോയ ചതികളാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചതികളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കാം. വെറുതെ തല വെച്ച് കൊടുക്കണ്ട. പൈസ കൊടുത്തിട്ടുള്ള ഒരു ആത്മീയത വേണം. നിങ്ങൾക്ക് സഹായിക്കണോ? എല്ലാ ആശ്രമങ്ങളിലോ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് വരുന്ന ആളുകൾക്ക് പൈസ എടുത്ത് കൊടുത്ത് സഹായിച്ചോ? ദാനധർമ്മം മരണത്തിൽ നമ്മളെ രക്ഷിക്കും. ഇടനിലക്കാരുടെ കയ്യിൽ കൊടുത്തയക്കല്ലേ. അത് ശരിയായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ അവരത് ദുരുപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടി പാപം നിങ്ങൾ ചുമക്കേണ്ടി വരും. അതുപോലെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പല പ്രവചനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരം കേട്ടത് കൊണ്ടായില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈശോ? അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഫാത്തിമയിൽ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അനേക ആത്മാക്കൾ നശിച്ചു പോകുന്നു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആത്മാക്കൾക്ക് വേണ്ടി? അതാണ് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്, വെറുതെ നമ്മൾ ടോക്കുകൾ കേട്ടിട്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല മക്കൾക്കും ഈശോ സന്ദേശം കൊടുത്തു, പരിശുദ്ധ അമ്മ സന്ദേശം കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞു,
ഈ അമ്മയും ഈശോയും ഡ്വെല്ലിങ് ആവസിക്കുകയാണ്. ബാധ കയറുക എന്ന് പറഞ്ഞതുപോലെ കയറിയിട്ട് മകനെ മകളെ നിങ്ങളിങ്ങനെ ചെയ്യുക എന്നാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ മകനെ മകളെ എന്ന് വിളിച്ച് ഞാൻ അമ്മയായി മാറുക, ഞാൻ ഈശോയായി മാറുക, അത് നമ്മുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. നമ്മുടെ ഏത് ഫാത്തിമയിലായാലും മെജുഗോറിയയിലായാലും ലൂർദിലായാലും പ്രത്യക്ഷപ്പെട്ട വ്യക്തികൾ അമ്മയായി മാറിയിട്ടില്ല. അവരിങ്ങനെയാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് സന്ദേശം. അത് അധികാരപ്പെട്ടവരോടാണ് പറയുക. ഒരു സന്ദേശങ്ങളോ പഞ്ചക്ഷതങ്ങളോ കിട്ടുമ്പോഴേക്കും അത് പ്രസിദ്ധമാക്കാൻ സഭ അനുവദിക്കുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. അതുപോലെ നമ്മൾ പല പുസ്തകങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. നല്ലതാണ്, നല്ല പുസ്തകങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നല്ലതായിരിക്കും, പക്ഷെ സഭ അതിനൊരു അംഗീകാരം പെർമനൻ്റ് ആയിട്ടൊരു വിശ്വാസ സത്യം പോലെ വത്തിക്കാൻ അംഗീകാരം കിട്ടില്ല. ലോക്കലുള്ള ആളുകളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അംഗീകാരം കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അത് അംഗീകാരം കൊടുത്ത നിങ്ങൾക്കറിയാലോ, മരിയ സെലിൻ എന്ന് പറയുന്ന വിശുദ്ധയായിട്ടില്ല. എന്തുമാത്രം അടയാളങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് കണ്ണൂരുള്ള ഉർസുലിൻ കോൺവെൻറ്റിലത്തെ. ഇപ്പോഴാണ് ധന്യ പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. എന്തുമാത്രം മിസ്റ്റിക്കൽ അനുഭവങ്ങളാണ് മറിയം ത്രേസ്യയുടെ പോലുണ്ടായിട്ടുള്ളത്. പക്ഷേ വിശുദ്ധയാക്കിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുക. 60 കൊല്ലം കിട്ടും. അവരെ അടക്കിയിട്ടുള്ള സിമിത്തേരി സാമൂഹിക ദ്രോഹികൾ വന്ന് ഉപദ്രവിച്ചപ്പോൾ ഈ ഒരു കല്ലറ മാത്രം, കുരിശ് മാത്രം അവർക്ക് പട്ടണില്ല. അവർക്ക് എന്തോ ഒരു പ്രശ്നം വന്ന് അതങ്ങനെ തകർക്കാണ്ട് നിന്നിട്ട് ഇവർ തന്നെ വന്ന് ചോദിച്ചു ആ കല്ലറയ്ക്ക് എന്താ പ്രത്യേകത എന്ന്. അത് ഞങ്ങൾക്ക് തകർക്കാം, അവിടേക്ക് പോകുമ്പോൾ ഞങ്ങളൊരു ശക്തി പിൻവലിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത് സിസ്റ്റർ മരിയ സെലിൻ്റെ കല്ലറയായത്. പിന്നീടാണ് അത് ബോഡിക്ക് കൊണ്ടുവന്ന് വെക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത്ര വലിയ അടയാളം കിട്ടിയിട്ടും സിസ്റ്റർ മരിയ സെലിനെ ഇപ്പോൾ ധന്യയാക്കിയിട്ടുള്ളൂ. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ വിശുദ്ധ. അങ്ങനെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ളവരുടെ പ്രവചനങ്ങളടങ്ങുന്ന സന്ദേശങ്ങളെ സഭ വിശ്വാസ സത്യമാക്കുകയുള്ളൂ. കാരണം ആ പുസ്തകങ്ങളിൽ നല്ലതുണ്ടാകാം, പക്ഷെ സഭയ്ക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങളും ചിലതുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ അന്ധമായിട്ടൊന്നും വിശ്വസിക്കരുത്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരാൾക്ക് സന്ദേശം കിട്ടണമെന്ന് പറഞ്ഞൊരു പുസ്തകം അടിച്ചിറക്കി. ഈ സന്ദേശങ്ങൾ മുഴുവൻ വിശുദ്ധ ഫൗസ്റ്റീനായിരിക്കും മറ്റു പലർക്കും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങൾ അതേപടി അച്ചടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്നോടൊരു കാര്യം ചോദിച്ചപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തന്നു, ഇത് യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് പറയാൻ. ആ പുസ്തകത്തിലെ ഒരു പേജിലുള്ള അച്ചടി പെശക് ആദ്യം നമ്മുടെ പണ്ടത്തെ വിശുദ്ധയ്ക്ക് കൊടുത്ത അവരടിച്ച പുസ്തകങ്ങളിലെ ആ അച്ചടി പെശക് അങ്ങനെ തന്നെയാണ് ഈ പുസ്തകത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അവർക്ക് കിട്ടിയ സന്ദേശമാണോ? ഇന്ന് കാലത്ത് സാത്താൻ എങ്ങനെയാണ് ഇടപെടുന്നത്? കാരണം ഒരു സന്ദേശത്തിൻ്റെ പുറകെ നമ്മൾ പോയാൽ അവിടെ പറയുന്നത് മുഴുവൻ പിന്നെ സത്യമാണെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കും. അങ്ങനെയല്ല, ഒരു കാര്യം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ കരുതലോടെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ സഭ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരുടെ, മരിച്ചുപോയവരുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള പ്രവചനങ്ങളും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. അത് സഭ അംഗീകരിച്ചിട്ടുള്ളത് വിശുദ്ധരാണ്. എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരുടെ പഞ്ചക്ഷതങ്ങളും സന്ദേശങ്ങളും നമ്മൾ ഇത്രമാത്രം പറയരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്ത് ആയിരിക്കുന്നിടത്തോളം കാലം പാപം ചെയ്യും. ഭാവിയിൽ അവർക്ക് എന്ത് മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സഭ നിഷ്കർഷിക്കണമെങ്കിൽ ഒന്നുകിൽ അത് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പഠിച്ചിട്ട് വേണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പുസ്തകം എഴുതിയതിന് ശേഷം പിന്നെയുള്ള ജീവിതം വളരെ വ്യത്യസ്തമായതായിട്ട് അങ്ങനെ കാണപ്പെടാൻ ഇടയായിട്ടുണ്ട് ചില കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ വിശുദ്ധിയും ജീവിതവും നോക്കിയിട്ട് ഈ പുസ്തകം വിലക്ക് വരാൻ സാധ്യതയുണ്ട്. പുസ്തകങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതം മാറിപ്പോയി. അതുകൊണ്ട് സൂക്ഷിക്കണം. നമുക്ക് ഇഷ്ടം പോലെ പ്രവചനങ്ങൾ ഫാത്തിമയിൽ, ലൂർദിൽ, മെജുഗോറിയ പോലും നിങ്ങൾക്കറിയാം ഇത് ഒരു സത്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അവിടെ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. ലോകത്തിൻ്റെ കുമ്പസാരക്കൂടാണ് മെജുഗോറിയ. പക്ഷേ എന്നിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പഞ്ചക്ഷതങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സുഗന്ധ ഓയിലുകളും സ്വർഗത്തിൽ നിന്നും വരുന്ന സമ്മാനങ്ങളും, ഞാൻ പണ്ടൊരിക്കൽ അത് ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ളതാണ്. പഞ്ചക്ഷതം കിട്ടുന്നു, സുഗന്ധം വരുന്നു, പിന്നെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് കെട്ടുകെട്ടായിട്ട്
വെൻഡിങ് വരുന്നു, കൊന്തകൾ വരുന്നു, എല്ലാതും പിന്നീട് വെളിച്ചത്ത് വന്നു. ലക്ഷ്യം പൈസ തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വിളവുകളുടെ കൂടെ കളകളും വരും. തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവോട് നിറയണേന്ന് പ്രാർത്ഥിക്കണം. ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയതിന് ശേഷമല്ല ചിന്തിക്കേണ്ടത്. ലക്ഷങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ ഇത് ഈശോ ആഗ്രഹിക്കുന്നതാണോ? അതുപോലെ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും പല ഡിസ്ട്രിക്റ്റുകളിലേക്ക് വണ്ടി വിളിച്ചു വരും. ഇപ്പോൾ അടുത്ത് ഉണ്ടായ സംഭവമാണ്. വണ്ടി വിളിച്ചു വരും. അതും ഈ സുഗന്ധത്തിനോട് ആ വ്യക്തിയുടെ സുഗന്ധം ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, എങ്ങനെയാണ് സുഗന്ധം വരുന്നതെന്ന്. എന്നിട്ട് പറ്റാവുന്ന കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയും. പിന്നെ പറയും, എനിക്കിവിടെ വന്നതിന് 25,000 രൂപ വേണം. വെറും 2,500 രൂപ ടാക്സി വാടകയുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ കൂടി വന്നാൽ 3,000. ഈ ടാക്സി വാടക വേണ്ടേ എന്നാണ് പറയുക. ഈ വ്യക്തികളൊക്കെ ശരിക്കും റിയൽ ആണെങ്കിൽ ടാക്സിക്കാരൻ്റെ ചാർജ് നിങ്ങൾ കൊടുത്തോളാനാണ് പറയേണ്ടത്. ടാക്സിയുടെ കാര്യം പറഞ്ഞ് 25,000 രൂപയാണ് വാങ്ങുക. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ചാരിറ്റിക്ക് ഒരു 15,000 വേണം. പിന്നെ നിങ്ങളുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് എനിക്കെന്താ ഗുണം എന്ന് ചോദിച്ച് വേറെ മൊത്തം അവിടെ നിന്ന് വന്നൊരു 50,000 രൂപ തട്ടിച്ച് പോയി. പിന്നീടാണ് എന്നോട് വന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈശോയേനാണോ സ്നേഹിക്കുന്നത്? നിങ്ങൾ സഹനത്തിനാണ്, കുരിശിലെ സഹനമാണോ സ്നേഹിക്കുന്നത്? അതോ നിങ്ങൾ പ്രവചനങ്ങൾ അറിഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. വേറൊരു തട്ടിപ്പാണ് പിശാചുകളെ പുറത്താക്കൽ. ഒരു പിശാചിനെ പുറത്താക്കലല്ല, അവർ ബന്ധിക്കുകയാണ്. ബിഷപ്പിൻ്റെ അനുവാദമില്ലാതെ പുരോഹിതന്മാർ പോലും ചെയ്യാത്ത കാര്യമാണ് ഈ അൽമായർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിശാചിനെ പുറത്താക്കിയെന്ന് പറയില്ല, ആലസിച്ച് മാത്രമേ അത് പുറത്താക്കിയെന്ന് പറയുള്ളൂ. എല്ലാവർക്കും പിശാചിനെ ബന്ധിക്കലാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാണ്, പിശാചിനെ ബന്ധിക്കണമെങ്കിൽ പിശാചിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം ബന്ധിക്കുന്ന ആൾ. നമ്മളൊക്കെ പിശാചിൻ്റെ കൂടെ പോകുന്നവരല്ലേ. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമുണ്ട്, കോപമുണ്ട്, വെറുപ്പുണ്ട്, നീരസമുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരും എന്നെ സംബന്ധിച്ച്. ഇനി വേറെന്തൊക്കെ പ്രശ്നങ്ങൾ പെട്ടുകിടക്കുന്ന വ്യക്തികൾ പിശാചിനെ ബന്ധിക്കാൻ ഇറങ്ങിയിട്ട് ഒരു പിശാചിനെ ബന്ധിക്കുമ്പോൾ 20,000 രൂപ. അങ്ങനെ പിശാചുകളെ ബന്ധിച്ച് ഒരു 3-4 ലക്ഷം പോയപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ആര് തന്നു അവകാശം പിശാചിനെ ബന്ധിക്കാൻ? അപ്പോൾ ഈ ബന്ധിച്ചിട്ടുള്ള അയാൾ ബന്ധിച്ച പിശാചുക്കളൊക്കെ കെട്ടടിഞ്ഞു പോയോ? പിന്നെ എന്തിപ്പോൾ വീണ്ടും വന്നേ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിങ്ങനെ തട്ടിപ്പിൽ പെടാതിരിക്കും. എനിക്ക് കുറേ മെസ്സേജുകൾ വന്നപ്പോഴാണ് ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ അറിഞ്ഞ കാര്യം എൻ്റെ ജനത്തിനോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചതിയിൽ പെട്ടാൽ ഈശോ എന്നെ തൂക്കുകട്ട വെച്ച് നോക്കും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ നേർക്കണ്ണിൽ കണ്ടിട്ടുണ്ട്. 3 വ്യക്തികൾ സുഗന്ധം ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യക്തികളെ മുഴുവൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ഒരു തട്ടിപ്പാണ്, പ്രത്യേകിച്ചും അന്യമതസ്ഥരിൽ നിന്ന് വന്നിട്ടുള്ളവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവർ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ചിലർ പറയും, കർത്താവ് യേശു മിശിഹ കിടന്ന കുരിശിൻ്റെ അംശം എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുറേ രൂപങ്ങളും കുറേ തിരിശേഷിപ്പുകളും നമ്മുടെ വീട്ടിൽ നമ്മൾ കളക്ട് ചെയ്താൽ എന്ത് ഗുണം? നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ ജീവിത രീതി മാറണം. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പുതിയതായിട്ട് മാമോദീസ സ്വീകരിച്ച് വന്നവർക്ക് വലിയ അഭിഷേകമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും. അവർ വന്നിട്ട് ബൈബിൾ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബൈബിളിൽ കാണുന്നതും പുള്ളി വ്യത്യാസങ്ങളാണ്. നമ്മുടെ സഭയുടെ അധികാരികൾ നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ തെറ്റാണെന്നാണ് പറയും. ഇങ്ങനെയുള്ള പുള്ളിയല്ല, ഇവിടെ ഒരു കോമയില്ല, ഇവിടെ ദീർഘമുണ്ട്, ഇത് തെറ്റല്ലേ, ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് അവർ വാദിക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കേട്ടു, ഒരു വ്യക്തി, ഒരു വോയിസ് മെസ്സേജാണ് ഞാൻ കേട്ടത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക്, അതായത് ഇവർ പറ്റിക്കുന്നത് തുടക്കക്കാരെയാണ്. തുടക്കം ആത്മീയതയിൽ വന്നിട്ടേ ഉള്ളൂ, വിശ്വാസത്തിൽ വന്നവരാ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് തനിയെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ പുതിയതായിട്ട് വന്ന മാമോദീസക്കാർക്ക് ഭയങ്കര അഭിഷേകമാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നു, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അധികാരികൾ നിങ്ങളെ പഠിപ്പിച്ചത് ഫുള്ള് തെറ്റാണ്. വിശുദ്ധ കുർബാന എന്നല്ല പറയേണ്ടത്, പരിശുദ്ധ കുർബാന എന്ന് പറയണം. പരിശുദ്ധമാണ്, കുർബാന പരിശുദ്ധമാണ്. നമ്മൾ ജനിച്ച അന്ന് മുതലേ വിശുദ്ധ കുർബാന എന്നാണ് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ സഭയും നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് വളർന്നു വന്ന സഭയാണ്.
ആ സഭയിലേക്ക് ഇവരിപ്പോൾ വന്നപ്പോൾ ഇവരാദ്യം കയറി പിടിക്കുന്നത് മെത്രാൻ തെറ്റാണ്, മെത്രാൻ്റെ മേലുള്ള ആൾ തെറ്റാണ്, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി. പിന്നെ അവിടെ പ്രവചിക്കുന്ന ഒന്നാന്തരം പുരോഹിതന്മാർ ബൈബിൾ വ്യാഖ്യാനിച്ചിട്ട് മനുഷ്യരെ നന്നാക്കുമ്പോൾ ഇവരൊക്കെ പറയും ത്രില്ലടിച്ചിട്ട് അഭിഷേകം കൂടിയിട്ട് ആ പുരോഹിതൻ പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഇപ്പോൾ അതുപോലെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നൊരു പുരോഹിതനുണ്ട് നമ്മുടെ, ഞാൻ പേരൊന്നും പറയണില്ല, ആ ആൾ പറയുന്നത് മുഴുവൻ തെറ്റാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധ കുർബാന എന്ന് പറയണം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എന്ന് പറയണം, സെയിൻറ്റ് മേരീസ് എന്ന് പറയും, സെൻറ്റ് മേരീസ് ചർച്ച്, എൻ്റെ ഇടവപ്പള്ളി സെൻറ്റ് മേരീസ് ചർച്ചാണ്. അപ്പോൾ അത് മാറ്റണം. ഇതൊന്നും കത്തോലിക്ക സഭയിൽ തെറ്റുകൾ മാത്രമേ ഉള്ളൂ. അവരിവിടെ വന്നപ്പോഴാണ് ആ തെറ്റുകളൊക്കെ മനസ്സിലായത്. നമ്മുടെ പിതാക്കന്മാർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് അവരത് ശരിക്കും തിരുത്താൻ നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചു, ചേച്ചി പരിശുദ്ധ കുർബാന എന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ശരിയാണ്, പരിശുദ്ധ കുർബാനയാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം? വിശുദ്ധ കുർബാന എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോ ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ പിതാവ്, ഞങ്ങളുടെ രൂപതയുടെ പിതാവ് അങ്ങനെ ഒരു ഇത് ഇറക്കിയിട്ടില്ല. അതിറക്കുമ്പോൾ ഞാൻ പറയാം, ഞങ്ങൾ വിശുദ്ധ കുർബാന എന്നും പറയും, പരിശുദ്ധ കുർബാന എന്ന് പറയും. അപ്പോൾ സെയിൻറ്റ് മേരീസ് എന്ന് പറയരുത്, സെൻറ്റ് മേരി എന്ന് പറയരുത്, പരിശുദ്ധ മേരി എന്ന് പറയണം. ഞാൻ അത് അയാൾ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോഴേ ഞാൻ ചോദിച്ചു, ഇത് വേറെ മതത്തിൽ നിന്ന് വന്നതാണോ? അതെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അങ്ങനെ പരിശുദ്ധം പറയണം. അപ്പം ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കാലത്ത് എന്നിട്ട് കഴിഞ്ഞ് ഇയാളും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്നാണല്ലോ പറയണേ, ഈശോ കിടന്ന കുരിശും പരിശുദ്ധല്ലേ, അപ്പോൾ പരിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്നല്ലല്ലോ ഈ വ്യക്തിയും പറയുന്നത്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അതിന് മറുപടിയില്ല. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലെ വള്ളിപ്പുള്ളി പറഞ്ഞ് നമ്മുടെ പരിശുദ്ധമായ സഭയിൽ പിളർപ്പുകൾ ഉണ്ടാക്കാൻ, അതായത് നമ്മുടെ അധികാരികളോട്, നമ്മുടെ മെത്രാന്മാരോട്, നമ്മുടെ പിതാക്കന്മാരോടൊക്കെ നമുക്കൊരു അകലം വരും. കാരണം അവരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റല്ലേ. ഇവർക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്? അപ്പം പറയും പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് എന്നെ പഠിപ്പിച്ചതാണ്, മറിയം ത്രേസ്യയുടെ പോലെ. ഇവരുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഇത് മനസ്സിൽ വെക്കണം. പണ്ടൊരിക്കൽ ഒരു 25 കൊല്ലം മുൻപ് ഒരു വലിയ ധ്യാന സെൻറ്ററിലേക്ക് എന്നെ ഈശോ എന്നോട് ചെല്ലാൻ പറഞ്ഞ ഈശോ സന്ദേശം ഞാൻ പോയപ്പോൾ കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ അൾത്താരയിൽ നിന്നിട്ട് ഈശോയേ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എനിക്ക് നേരില്ലാത്ത സമയത്ത് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരണേ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചത് ഉച്ചയ്ക്കത്തെ സെക്ഷനിൽ ഇദ്ദേഹം കയറിയിട്ട് ഈശോയെ എന്ന് വിളിക്കുന്ന ആ ആളെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ, അന്ന് ഒരു 23 കൊല്ലം മുമ്പാണ്, അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വയസ്സായ സ്ത്രീയെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ച ആളാണ് അവിടെ നിൽക്കുന്നത്. ആ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചത് പറഞ്ഞത് ഇത് ഈശോയാണെന്ന്, ഈ ചെയ്യുന്നത് ഈശോയാണെന്നാണ് ആ കൺവേർട്ടഡ് ആയിട്ടുള്ള വ്യക്തി പറഞ്ഞത്. എന്നിട്ട് ആ അമ്മ, ഇന്ന് അമ്മ മരിച്ചുപോയി, ആ അമ്മേൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഈശോയെ വേണമെങ്കിൽ ഇടവപ്പള്ളിയിലേക്ക് പോയാൽ പോരെ, അവരും കൺവേർട്ടഡ് ആണ്, അതുകൊണ്ട് അവർക്ക് അറിയില്ല എന്താണ് ക്രിസ്ത്യാനിറ്റി നടക്കുന്നത്, അന്ധമായി വിശ്വസിച്ചിങ്ങനെ പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഇടവക പള്ളിയിൽ പോയിട്ട് ഈശോനെ കാണുക, സക്രാരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശോ, കുരിശിൽ കിടന്ന് പൊളയുന്ന ഈശോ, സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറയുന്ന ഈശോ, ഈ ഈശോയാണോ ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നത്? പ്രിയ സഹോദരങ്ങളെ, അന്ധകാരത്തിൻ്റെ ആധിപത്യം നിറഞ്ഞ കാലഘട്ടമാണിത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ നീണ്ടു പോവുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ഇതിൻ്റെ പിന്നാലെ പോകുന്നു എന്നത് കണ്ട് എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടുകാരെ, നമുക്ക് നല്ല പ്രവചനങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ 2000-ൽ പരം സ്ഥലങ്ങളിൽ പ്രവചിച്ചിട്ട് സഭ അംഗീകരിച്ച പ്രവചനങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ, ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇനി അതിന് പുതിയൊരു വിവേചന വ്യാഖ്യാനമൊന്നും വേണ്ട. എല്ലാ വ്യാഖ്യാനങ്ങളും കേട്ട് ചില യൂത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി അത് കേട്ടു, അവിടെ അതിലിങ്ങനെ പറഞ്ഞിട്ട് ഇത് വാങ്ങി വെക്കാൻ വേണ്ട, അത് വാങ്ങി, ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കുട്ടികൾ പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾ ഭ്രാന്ത് പിടിക്കാനൊന്നും പോകണ്ട, നിങ്ങൾ നല്ല ജീവിതം നയിച്ചാൽ മതി. 10 കൽപ്പനകൾ പാലിച്ചാൽ മതി. ഒരു പ്രവചനങ്ങളും പിന്നെ നമ്മളെ യേശുന്നില്ലേ. പരിശുദ്ധ അമ്മ പറഞ്ഞ് ആരും ഭയപ്പെടേണ്ട. 10 പ്രവചനങ്ങൾ, 10 കൽപ്പനകൾ നിങ്ങൾ പാലിക്കൂ. വേറെ ഒരു പുസ്തകത്തിന് ഫോളോ ചെയ്യേണ്ടെന്നേ, വിശുദ്ധ ഗ്രന്ഥം അത് ഫോളോ ചെയ്താൽ മതി. അതിൽ പറയുന്നുണ്ട് ഈശോയുടെ വരവൊക്കെ. എന്നിട്ട് കുറേ യൂത്ത് ഇപ്പോൾ വന്ന് പെട്ടിട്ട്, ചേച്ചി അമ്മച്ചി ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുക, ആ ആൾ ഇങ്ങനെ പറയുന്നു, ഈ ആൾ ഇങ്ങനെ പറയുന്നു, ഈ ആൾ അങ്ങനെ പറയുന്നു.
ഞാൻ പറയും, നിങ്ങൾ എന്തിനാ അതൊക്കെ തുറന്നു നോക്കണേ? നിങ്ങൾ നല്ല ജീവിതം നയിക്കി, എല്ലാവരെയും നല്ല സ്നേഹത്തിൽ നിങ്ങൾ 10 കൽപ്പനകൾ എടുത്ത് നോക്കുക. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചതിക്കല്ലേ, പഞ്ചിക്കല്ലേ. കൗൺസിലിങ്ങിൻ്റെ പേര് പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഈ വീട് മോശമാണ്, ഇത് വിൽക്കണം, അത് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്, അതുകൊണ്ട് ആ വീട് ശരിയല്ല, അവിടെ പിശാചുബാധയുണ്ട്. ഏത് വലിയ ഒരു പ്രൊട്ടക്ഷനിൽ കിടക്കുന്ന ഒരു ഇടവകയിൽ കിടക്കുന്ന 45 വർഷമായിട്ട് സുഖമായി ജീവിച്ച വീട്ടിൽ പോയിട്ട് ഇവർ പറയാണ് ഇത് ശരിയല്ല, വിറ്റ് പോകണമെന്ന്. ഞാൻ ആ പറഞ്ഞ ആളോട് പറഞ്ഞു, വയസ്സെത്രയായി? 70. ഇനി പൊയ്ക്കോട്ടെ എവിടെ നിന്ന്, വീട് വിൽക്കണ്ട, മക്കൾ ജീവിക്കട്ടെ. നിങ്ങൾ എത്ര പേര് അവിടെ കെട്ടിത്തൂങ്ങി മരിച്ചു? ആരും മരിച്ചിട്ടില്ല. നിങ്ങൾ എത്ര നാൾ ഭക്ഷണമില്ലാതെ കിടന്നു? ഇല്ല. പിന്നെ രോഗങ്ങൾ വരുന്നു. അപ്പം എൻ്റെ വീട് ഞാൻ വിറ്റ് പോകണ്ടേ? ഞാൻ പറഞ്ഞ 10-70 വയസ്സായില്ലേ, ഇനി മരിക്കണമെങ്കിൽ മരിക്കട്ടെ. എന്താ മരിക്കാൻ പേടി? പ്രിയ സഹോദരങ്ങളെ, മരണം മുന്നിൽ വെച്ചിട്ട് കളിക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാന കാലമാണ്. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എടുത്തു നോക്ക്. പ്രവചനങ്ങൾ 400 വർഷം മുമ്പ് മദർ മെരിയാനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈ അന്ത്യകാലത്ത് എന്തൊക്കെ വരുമെന്ന്. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആണും തമ്മിലുള്ള കല്യാണം, മുദ്ര കുത്തൽ, പച്ച കുത്തൽ, കുട്ടികളുടെ ശാരീരത നഷ്ടപ്പെടുന്നത്, ഭാര്യമാരുടെ കന്യാവ്രതമൊന്നും ഇല്ല, ഭാര്യമാരുടെ ചാരിത്രശുദ്ധിയൊക്കെ പോയി. അതിന് അവരെ പറ്റിക്കാൻ വേണ്ടി തന്ത്രങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. അതുപോലെ അതിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള എല്ലാം നശിച്ചു പോയി. ആ പ്രവചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കുറേ കാര്യങ്ങൾ പ്രവചനം നടന്നിട്ടുള്ളതാണ്. ഇനി നടക്കാനുള്ളത് മദറിനോട് പറഞ്ഞ 400 വർഷം കഴിഞ്ഞിട്ടാണ്. ആ 400 വർഷമാണ് ഈ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. കർത്താവ് വരും, വരാതിരിക്കില്ല. എന്നിട്ട് ലോകം അവസാനിക്കല്ലേ ചെയ്യുക. ലോകം വീണ്ടും വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോയോടൊപ്പം നമ്മളൊക്കെ ആയിരിക്കും. അതാണ് വിശ്വാസം. അല്ലാതെ നമ്മൾ അന്ത്യകാലത്തിന് ഒരുങ്ങിയില്ലേ, അത് വാങ്ങ് ഇത് വാങ്ങ്. നിങ്ങൾ എന്ത് വാങ്ങി വെച്ചാലും വെഞ്ചിരിച്ച മെഴുകുതിരികൾ പോലും ജീവിത വിശുദ്ധി ഇല്ലെങ്കിൽ കത്തില്ല എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കുറേ ഭക്ഷണ സാധനങ്ങൾ ഇന്ന് തൊട്ടേ കരുതി വെച്ചു എന്ന് വിചാരിക്കുക. നാളെ ഞാനൊരു ആക്സിഡൻറ്റ് മരിച്ച എൻ്റെ വിധി, എൻ്റെ ലോകം കഴിഞ്ഞില്ലേ, അത് പൂത്തുപോയാലോ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കരുതി വെച്ചോ. പക്ഷേ അമിതമായിട്ട് ഇതിന് പ്രചാരം കൊടുക്കരുത്. മനുഷ്യരൊക്കെ ഇത് വാരിക്കൂട്ടുന്നതിലാണ്. അങ്ങനെ വാരിക്കൂട്ടുന്നതിൻ്റെ ഇടയിൽ തല്ലും വഴക്കാം. നിനക്ക് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, വഴക്കായി. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ പരിശുദ്ധ അമ്മ പറയുന്നത്, സ്നേഹത്തിൽ ജീവിക്കുക. സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിനെ മറികടക്കൊന്നിൽ ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, പറ്റിക്കല്ലേ. ഈശോയെയും വെച്ച് പൈസ ആക്കല്ലേ. ആരെങ്കിലും പൈസ തന്നാൽ അത് പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് കണക്ക് കൊടുക്ക്. ഇല്ലെങ്കിൽ മരിച്ചു ചെല്ലുമ്പോൾ മറിയം ത്രേസ്യാമ്മയോട് ശുദ്ധീകരാന്മാർക്ക് പറഞ്ഞില്ലേ, ഞാൻ കുറേ കണക്കുകൾ തീർക്കാൻ എൻ്റെ മക്കളോട് പറയുക, അത് കൊടുത്ത് തീർക്കാൻ, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ വിടുതലില്ല, ഞാൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ നീണ്ടുപോയി, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളിത് കേൾക്കണം. കാരണം ഇനിയെങ്കിലും ആരും ചതിയിൽപ്പെടല്ലേ, സുഗന്ധത്തിൻ്റെ പിന്നാലെ ഓടല്ലേ, രൂപങ്ങളുടെ പിന്നാലെ ഓടല്ലേ, കൊന്തകൾ അന്തരീക്ഷത്തിൽ നിന്ന് വന്നതിൻ്റെ പിന്നാലെ ഓടല്ലേ. നിങ്ങൾ ഒരു മണി വെച്ച് കോർത്ത് കൊന്ത ഉണ്ടാക്കിക്കോ. ആ കൊന്ത ഒരു വൈദികനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ചാൽ അത് സ്വർഗത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. നമ്മുടെ ഇടവകപ്പള്ളിയിൽ സക്രാരിയിലുണ്ട് ഈശോ, നമ്മുടെ കൂടെയുണ്ട് ഈശോ. നമ്മുടെ വികാരിയച്ഛൻ കുർബാന ചെല്ലുമ്പോൾ പിതാവ് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ സ്വർഗവാസികൾ മുഴുവൻ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ ശുദ്ധീകരാത്മാക്കളും ഹൈക്കലിൽ നിൽക്കുന്നുണ്ട്. എന്താ അത് മനസ്സിലാക്കാത്തത്? എന്നിട്ട് എന്തിനാ സുഗന്ധങ്ങളുടെ പിന്നാലെ പോണേ? അടയാളങ്ങളൊക്കെ പരിശുദ്ധ അമ്മ തരും. അത് ഒരു ദിവസത്തേക്കോ കുറച്ച് നാളത്തേക്കോ. അത് കഴിയുമ്പോഴാണ് പ്രശ്നം. ആ അടയാളങ്ങൾ ഇല്ലെങ്കിൽ ആളുകളിവിടെ വരില്ല. അതുകൊണ്ട് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിലുള്ളതിൻ്റെ മുഴുവൻ പിന്നിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൈകളുണ്ട് കേട്ടോ, മനുഷ്യ കൈകളുണ്ട്. നിങ്ങൾ വെറുതെ അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. കർത്താവ് പറയും, അന്ത്യകാലമായിട്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്ക്. പുരമകളിലുള്ളവർ ഇറങ്ങണ്ട. നിങ്ങൾ മുകളിലാണ് സേഫായിട്ടിരിക്കണമെങ്കിൽ അവിടെ വിശുദ്ധിയോട് ജീവിച്ചോ. ഇനി ഇവിടെയുള്ളവർ കയറണ്ട, ഇവിടെ വിശുദ്ധിയായിട്ട് ജീവിച്ചോ. നിങ്ങൾ എവിടെ ആയിരുന്നാലും വിശുദ്ധിയോടുകൂടെ ജീവിച്ചാൽ മതി. അവരിവർ എൻ്റെ സ്വരത്തിൽ വന്ന് സംസാരിക്കും, കേൾക്കരുത്. അതാണ് നടക്കുന്നത്. ഞാനാണ്, ഈശോയാണ്, മാതാവാണ്, മാതാവ് തന്നു, മാതാവ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങളൊന്നും കണക്കാക്കണ്ട, എതിർക്കണ്ട. നിങ്ങൾ പരിശുദ്ധ കുർബാനയിലായിരിക്കുക. വിശുദ്ധ കുരിശിലാണ് രക്ഷ.
കുരിശിൽ കിടന്ന ഈശോ സഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള വഴി സഹനമാണ്. അതിന് വേറൊരു തർക്കമില്ല. സുഗന്ധോയിൽ വരുന്നതൊന്നല്ല സ്വർഗത്തിലേക്കുള്ള വഴി. സഹനങ്ങളെ ഏറ്റെടുത്ത് പാപപരിഹാരം നടത്തി ഈശോയുടെ പരിഹാരത്തോട് ചേർത്ത് വെച്ച് നിത്യജീവിതത്തിൽ ഈശോയുടെ കൂടെ ആയിരിക്കാൻ രണ്ടാം വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയാണ് പ്രധാനം. ഞാനിത് പറയുമ്പോൾ കുറച്ച് വിഷമത്തോടു കൂടി ആയതുകൊണ്ട് ഞാനിത്തിരി പ്രഷർ കയറിയ പോലെയാണ് പറയുന്നത്. കാരണം ഇത് എൻ്റെ വാട്സപ്പിൽ കയറിയിട്ട് മനുഷ്യർ പറയും, ചേച്ചി ഒരു വീഡിയോ ഇട് ചേച്ചി, ഞങ്ങളുടെ 3-4 ലക്ഷം പറ്റിച്ചു. പ്രയർ ഗ്രൂപ്പ് ലീഡറാണ്. ഒരിക്കലും ഒരു കല്യാണക്കാര്യം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കല്യാണക്കാരിയല്ല, അവന് വിദേശത്തേക്ക് പോകാൻ പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സാണ് ഇപ്പോൾ ഏജൻറ്റുമാർ. അപ്പം ഞാൻ ചോദിച്ചു, അത് ശരിയായില്ലല്ലോ, നീ ഇതുവരെ പോയില്ലേ? തോട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കണ്ടേ. അപ്പോൾ ഇല്ല ചേച്ചി, എൻ്റെ ഒന്നും ആയിട്ടില്ല. അപ്പം കാശാരുടെയല്ലേ കൊടുത്തേക്കണേന്ന് ചോദിച്ചു. അത് നല്ലൊരു പ്രാർത്ഥനക്കാരനാണ് ഞാൻ. ആണോ? കഴിഞ്ഞു പണി, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥനക്കാർ ഇപ്പോൾ കല്യാണം നടത്തും, പിന്നെ ഏജൻറ്റുമാരായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകും, ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കും. പല പല കാര്യങ്ങളാണ് ഇന്ന് കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധരായിട്ടുള്ളവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ കാര്യം, ഫാത്തിമയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് ആവർത്തിക്കുക. പിന്നെ പരിശുദ്ധ അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ പ്രത്യക്ഷീകരണങ്ങൾ, ഇതൊക്കെ സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പറഞ്ഞ പ്രവചനങ്ങൾ, അതിൽ കൂടുതൽ പ്രവചനങ്ങളൊന്നും ഇന്ന് ആർക്കും കിട്ടിയിട്ടില്ല, കിട്ടുമില്ല. ഇനി പ്രവചനങ്ങളൊന്നും ഇല്ല. ഒരുങ്ങുക, നമ്മൾ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ഒരുങ്ങുക. ഇനി ബൈബിൾ വ്യാഖ്യാനം കേൾക്കണോ? നല്ല പഠിപ്പുള്ള പുരോഹിതന്മാർ ബൈബിൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, അത് കേൾക്ക്. പിന്നെ വള്ളിപുള്ളി വ്യത്യാസം പറയുന്നവരെ കേട്ടാൽ അപ്പം മനസ്സിലാക്കിക്കോ ഇത് പ്രശ്നമുണ്ട് എന്ന്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്യുന്ന പുരോഹിതന്മാരെ ചോദിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണ് എന്ന്. അപ്പോൾ നമ്മുടെ സഭ ശരിയല്ല, സഭയുടെ വാക്കുകൾ തെറ്റാണ്, പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചത് തെറ്റാണെന്ന് പറയാൻ ഒരു കൂട്ടരുണ്ട്. അതെന്തിനാണെന്നറിയോ? നമ്മളെ വഴിതെറ്റിക്കാൻ. അങ്ങനെ നമ്മളെ വഴിതെറ്റിച്ച് നമ്മളിങ്ങനെ ഇടയനില്ലാത്ത ആടുകളെ പോലെ നടക്കണം. അപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, പരിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. സഹനമാണ് സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആ സഹനം നീ ആയിരുന്നു കുരിശിലൂടെ രക്ഷ എന്ന് പറഞ്ഞു. നിന്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിൽ നീ ശിഷ്യനാവില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിട്ടതാ. അല്ലാണ്ട് നീ രൂപങ്ങൾ സുഗന്ധമുള്ള ഓയിൽ നീ മേടിച്ച് ഓയിലൊഴുകുന്ന രൂപം നീ വാങ്ങിയില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല എന്നല്ല ഈശോ പറഞ്ഞേക്കണേ. ഞാൻ നിനക്ക് സഹനം തരും, ഞാൻ നിനക്ക് കുരിശ് തരും. മാരകമായ രോഗമായിരിക്കും, വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും, മറ്റുള്ളവരുടെ ഒറ്റപ്പെടലായിരിക്കും, ചതിയായിരിക്കും. ഇതൊക്കെ നീ എടുത്ത് എൻ്റെ പിന്നാലെ വന്നാലേ നിനക്ക് ശിഷ്യനാകാൻ പറ്റുള്ളൂ. ഒരിക്കലും ഈശോ പറഞ്ഞിട്ടില്ല സുഗന്ധമൊഴുകുന്ന രൂപങ്ങൾ നീ വാങ്ങിയിട്ടില്ലേ നിനക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിനക്ക് സ്വർഗത്തിൽ നിന്ന് കൊന്ത കിട്ടിയില്ലേ നിനക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം വായിക്കി, വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സഭ അംഗീകരിച്ച പ്രത്യക്ഷീകരണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക. അതിലും വലിയ പ്രവചനങ്ങൾ ഇന്ന് എവിടെയില്ല. പ്രവചനങ്ങൾ മുഴുവൻ പണ്ടത്തെ പ്രവചനങ്ങളെടുത്ത് ചിലരൊക്കെ അച്ചടിച്ച് വിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ചിരിക്കുക, ദൈവമേ ആ വിശുദ്ധയ്ക്ക് കൊടുത്ത അവർ അടിച്ച പുസ്തകത്തിൽ ഒരു അക്ഷരപ്പശക് വന്നിട്ടുണ്ട്, അത് ഇയാളുടെ പ്രവചനങ്ങളുടെ പുസ്തകത്തിലും വന്നിട്ടുണ്ട്. ഞാനത് ആരോട് പറഞ്ഞിട്ടില്ല, പിന്നെ അവരത് തിരുത്തും, പിന്നെ എൻ്റെ അടയാളം മാറും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഈശോയിലേക്ക് നോക്കുക, കുരിശിലേക്ക് നോക്കുക. പ്രിയ സഹോദരങ്ങളെ, അവസാന കാലം തന്നെയാണ്. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നേരായ വഴിയിലൂടെ നടക്കാൻ. അന്ത്യകാലമാകുമ്പോൾ അറിവ് വർദ്ധിക്കും, അറിവിന് വേണ്ടി മനുഷ്യനോടും, പലതിൻ്റെയും പിന്നാലെ മനുഷ്യർ പോകും, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കും, പറഞ്ഞാൽ മനസ്സിലാകില്ല, അവസാനമെല്ലാം കൈവിട്ടു പോകുമ്പോഴാണ് ദൈവമേ ഞങ്ങൾ തെറ്റിപ്പോയല്ലോ എന്ന് പറയുക. അതുകൊണ്ട് തെറ്റാതിരിക്കാൻ നമ്മുടെ സഭയെ അനുസരിക്കുക, സഭ പറയുന്നതിനോട് യോജിച്ചു പോവുക. സഭ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, സുഗന്ധം ഓയിൽ പഞ്ചക്ഷതം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. കാരണം ജീവിച്ചിരിക്കുന്നവരുടെ അടയാളങ്ങൾ നമ്മൾ 100% വിശ്വസിക്കാൻ പാടില്ല. അതിന് എന്ത് അവകാശങ്ങൾ, എന്ത് അംഗീകാരം ചെറുത് ലോക്കലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഇതിനു വേണ്ടി കിട്ടിയിട്ടുള്ളത്. അവരുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും വഴിമാറാം, എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പറ്റാം. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം മനുഷ്യർക്ക് തെറ്റിപ്പറ്റാം. അങ്ങനെ പല കാര്യങ്ങളും തെറ്റിപ്പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതെല്ലാം നല്ല അർത്ഥത്തിൽ കേട്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്യണം.
നിങ്ങളുടെ അടുത്ത് വരുന്നവരെ, നിങ്ങൾക്കെല്ലാം തിരിച്ചറിവ് കിട്ടുന്നവരെ മാത്രം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ദാനധർമ്മം ചെയ്യാം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം, പക്ഷേ ചതിയിൽ പെടാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഈശോ പറയുന്ന വഴിയിലൂടെ നടക്കാൻ നമുക്കുള്ള ബോധ്യം, നമ്മുടെ ബോധം ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.